ധൗജിലെ അൽ ഖലാഫ് എന്ന സർവകലാശാല വാസ്തവത്തിൽ ഒരു ഭീകര ഫാക്ടറിയായിരുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അനേകം ഭീകരരെ ഇവിടെ ഡോക്ടർമാർ എന്ന വ്യാജേനെ സൃഷ്ടിച്ചയച്ചിരിക്കുന്നു എന്ന് കേന്ദ്ര അന്വേഷണ സംഘങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ജാവേദ് അഹമ്മദ് സിദ്ദിഖി എന്നയാളാണ് ഇതിന് ചുക്കാൻ പിടിച്ചത്. നേരത്തെ ഒരു ചിട്ടി തട്ടിപ്പ് നടത്തി കോടികൾ അടിച്ചു മാറ്റിയ കേസിലെ പ്രതിയായിരുന്ന ജാവേദ് അഹമ്മദ് 1997 അൽ ഖലാഫ് എന്ന പേരിൽ തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുകയും പിന്നീട് അതൊരു യൂണിവേഴ്സിറ്റി ആക്കി മാറ്റുകയുമായിരുന്നു. 2014 മെഡിക്കൽ കോളേജ് തുടങ്ങുന്നത്. 200 MBBS വിദ്യാർത്ഥികളെയും 50 MD വിദ്യാർത്ഥികളെയും ഓരോ വർഷവും പാസ്സാക്കി വിടുന്ന സ്ഥാപനമാണിത്. ഈ യൂണിവേഴ്സിറ്റിയുടെ മറവിൽ ഭീകരന്മാരെയും സൃഷ്ടിച്ചിരുന്നു. അവരിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാകുമ്പോൾ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ കുഴപ്പത്തിലാകുന്നു. പല അധ്യാപകരും യൂണിവേഴ്സിറ്റി വിട്ടു പോയി കഴിഞ്ഞിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഇരുണ്ട ഭാവിയാണ്. ഇന്നലെ അൽ ഖലാഫ് യൂണിവേഴ്സിറ്റിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടിമുടി പരിശോധന നടത്തി. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത്. യഥാർത്ഥത്തിൽ ഒരു കൃത്യമായ കണക്കൊന്നും യൂണിവേഴ്സിറ്റിക്ക് ഇല്ലെന്നും ESIയും PFും പോലും കൊടുക്കുന്നില്ലെന്നും ശമ്പളം കൊടുക്കുന്നത് പലതും ബാങ്ക് അക്കൗണ്ടിലൂടെ അല്ല എന്നും വ്യക്തമായിരിക്കുന്നു. നിരവധി കടലാസ് കമ്പനികൾ ഉണ്ടാക്കി അതിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നുണ്ടെങ്കിലും അവയെല്ലാം ദുരൂഹവും വ്യാജവുമാണെന്നും നിരവധി കള്ളപ്പണ ഇടപാടുകൾ ഈ യൂണിവേഴ്സിറ്റിയുടെ മറപറ്റി സംഭവിക്കുന്നെന്നും കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 50 ലക്ഷം രൂപ കണക്കിൽപ്പെടാത്തതും കണ്ടെത്തിയിട്ടുണ്ട്. ഈ സർവകലാശാലയിലേക്ക് നിരന്തരം അറബ് രാജ്യങ്ങളിൽ നിന്നും സന്ദർശകരെത്താറുണ്ടായിരുന്നെന്നും അറബ് രാജ്യങ്ങളുമായി ബന്ധമുണ്ടെന്നും അറബ് രാജ്യങ്ങളിലെ വ്യക്തികൾ നിയമത്തെ മറികടന്നുകൊണ്ട് പണം കൈമാറുണ്ടായിരുന്നു എന്നും വ്യക്തമായിട്ടുണ്ട്. നിരവധി NRI അക്കൗണ്ടുകളുമായി ബന്ധിപ്പിച്ചായിരുന്നു പല ഫണ്ടും എത്തിയത്. നേരിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളും നടക്കുന്നുണ്ട്. അറബ് വംശജരായ പലരെയും സ്പോൺസറായി വെച്ചിട്ടുണ്ടെന്നും കടലാസ് കമ്പനികളുടെ പേരിൽ പലർക്കും ശമ്പളം കൊടുക്കുന്നുണ്ടെന്നും ഇതൊക്കെ കള്ളപ്പണ ഭീകരവാദ ഇടപാടുകളുടെ തെളിവാണെന്നും ED കണ്ടെത്തിയിട്ടുണ്ട്. NIA കേസ് ഏറ്റെടുക്കുകയും അൽ ഖലാഫ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിട്ട് അടച്ചുപൂട്ടുകയും ചെയ്തേക്കും എന്ന സാഹചര്യമാണ് രൂപപ്പെട്ടു വരുന്നത്.